ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും മാർക്കറ്റ് അപ്ഡേറ്റ്സിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നല്ലൊരു സെല്ലിംഗ് പ്രഷറായിരുന്നു ഇന്ത്യൻ മാർക്കറ്റിൽ കാണാനുണ്ടായിരുന്നത്. ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ആ ഒരു ഗെയിൻ ഹോൾഡ് ചെയ്യാനായിട്ട് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. നിഫ്റ്റിയുടെ ഒരു പിക്ചറിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ 14,687 മുകളിൽ ഓപ്പണായ മാർക്കറ്റിൽ ഏകദേശം 137 പോയിൻറ്റ്സിന് മുകളിലുള്ള ഡിക്ലൈൻ റിപ്പോർട്ട് ചെയ്തു. തുടർന്ന് 14,496 മുകളിലായിരുന്നു ഇന്ന് നിഫ്റ്റി ക്ലോസ് ആയിട്ടുണ്ടായിരുന്നത്. സെൻസെക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏകദേശം 465 പോയിൻറ്റ്സിൻ്റെ ഡിക്ലൈനും ബാങ്ക് നിഫ്റ്റിയിൽ 195 പോയിൻറ്റ്സിന് മുകളിലുള്ള ഒരു ഡിക്ലൈനും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഇന്ന് ആകപ്പാടെ PSU ബാങ്ക് മാത്രമായിരുന്നു ഒരു പെർഫോമറായിട്ട്, അല്ലെങ്കിൽ സെഗ്മെൻറ്റ് വൈസ് നോക്കിക്കഴിഞ്ഞാൽ പെർഫോമറായിട്ടുണ്ടായിരുന്നത്. ബാക്കി എല്ലാ സെക്ടറും തന്നെ ഡിക്ലൈനിലായിരുന്നു. അതിൽ തന്നെ ഫാർമ, തുടർന്ന് ഓട്ടോ, ഈ ഒരു സെക്ടറുകളായിരുന്നു ഏറ്റവും കൂടുതൽ ഡിക്ലൈനിൽ പോയിട്ടുണ്ടായിരുന്നത്. നിഫ്റ്റിയിൽ SBI ലൈഫ്, ഭാരത് പെട്രോളിയം, ONGC, അദാനി പോർട്സ്, ബജാജ് ഫിനാൻസ് ഇവരായിരുന്നു ടോപ്പ് പെർഫോമിംഗ് സ്റ്റോക്സ് ആയിട്ട് ഇന്ന് നിന്നത്. അതുപോലെ തന്നെ നമ്മളൊരു അഡ്വാൻസസ് ഡിക്ലൈൻസ് റേഷ്യോ നോക്കിക്കഴിഞ്ഞാൽ ആകെ 16 സ്റ്റോക്കുകളാണ് ഇന്ന് അഡ്വാൻസസിലുണ്ടായിരുന്നത്. ബാക്കി 34 സ്റ്റോക്കുകളും ഡിക്ലൈനിങ് മോഡിലായിരുന്നു എൻഡായത്. ഇനി അതുപോലെ തന്നെ മിഡ് ക്യാപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള എൻഡിങ്ങും അതുപോലെ തന്നെ സ്മോൾ ക്യാപ്പിൽ ഒരു 1% മുകളിലുള്ള ഒരു ഡിക്ലൈനും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അതുപോലെ തന്നെ പോയിന്റ് കോൺട്രിബ്യൂഷനിൽ നോക്കിക്കഴിഞ്ഞാൽ റിലയൻസ്, അതേപോലെ തന്നെ HDFC ട്വിൻസ്, തുടർന്ന് ഇൻഫോസിസ് ഇവരായിരുന്നു ഏറ്റവും കൂടുതൽ ലോസ്, അല്ലെങ്കിൽ പോയിന്റ് വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലോസ് നിഫ്റ്റിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ നിഫ്റ്റിയുടെ ഒരു ഡെയിലി ചാർട്ടിലേക്ക് വരികയാണെങ്കിൽ ഒരു ബീറിഷ് ക്യാൻഡിലാണ് നല്ല രീതിയിൽ പ്ലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് ഒരു കറക്ഷൻ മോഡിലേക്കായിരുന്നു മാർക്കറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ചും റിലയൻസ്, അതേപോലെ തന്നെ HDFC ബാങ്കൊക്കെ നിഫ്റ്റിനെ നല്ല രീതിയിൽ താഴേക്ക് വലിച്ചു എന്ന് വേണം കാണാനായിട്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് കൊറോണയുടെ ഒക്കെ കേസുകൾ വർദ്ധിച്ചതിനെ തുടർന്ന് IPLൻ്റെ മത്സരങ്ങളൊക്കെ സസ്പെൻഡ് ചെയ്തു എന്നൊരു അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ റിലയൻസ് ആണ് മുംബൈ ഇന്ത്യൻസിനെ സപ്പോർട്ട് ചെയ്യുന്നത്, അതേപോലെ അല്ലെങ്കിൽ സ്പോൺസർ ചെയ്യുന്നത്. ഇന്ത്യ സിമെൻസ് നോക്കിക്കഴിഞ്ഞാൽ ചെന്നൈ സൂപ്പർ കിങ്സിനെയും അതുപോലെ തന്നെ യുണൈറ്റഡ് സ്പിരിറ്റ്സ് RCB, റോയൽ ചലഞ്ചേഴ്സിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവരെയാണ് സ്പോൺസർ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു IPLൻ്റെയൊക്കെ സസ്പെൻഷൻ വന്നതോടുകൂടി റിലയൻസിനൊക്കെ അത് നല്ല രീതിയിലൊരു അടി കൊടുത്ത രീതിയിലാണ് ഇന്ന് മാർക്കറ്റിൽ റെസ്പോൺസുകൾ കാണിച്ചിട്ടുള്ളത്. ഇനി നിഫ്റ്റിയുടെ നമ്മൾ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 14,200 സോണുകളാണ് ഇപ്പോൾ നിഫ്റ്റിക്ക് ഒരു സപ്പോർട്ട് സോൺസായിട്ട് വീണ്ടും നിലനിൽക്കുന്നത്. അതുതന്നെ നമുക്ക് 14,410 താഴേക്ക് പോവുകയാണെങ്കിൽ 14,210 റേഞ്ചുകളായിരിക്കും ഇമ്മീഡിയറ്റ് സപ്പോർട്ട് സോൺസായിട്ട് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുക. അതുപോലെ തന്നെ നമുക്ക് 14,900, 15,000 ആ റേഞ്ചായിരിക്കും സപ്പോർട്ട് റെസിസ്റ്റൻസ് സോണുകളായിട്ടും ബാങ്ക് നിഫ്റ്റിക്ക് നിലനിൽക്കുക. അപ്പോൾ ഇപ്പോഴത്തെ ഒരു പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഒരു റേഞ്ച് ബൗണ്ടറി ആയിട്ടുള്ള ഒരു റാലിക്ക് തന്നെയാണ് ഇപ്പോഴും നമുക്ക് മാർക്കറ്റിൽ വീണ്ടും കാണുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു റേഞ്ചിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നിഫ്റ്റിയുടെ അടുത്തൊരു ഡയറക്ഷൻ പറയാൻ സാധിക്കത്തുള്ളൂ. അതുവരെ നമുക്കൊരു ക്ലൂലെസ് ആയിട്ടാണ് തന്നെയാണ് പോവുക. ഒരു റേഞ്ചിനുള്ളിൽ തന്നെ ട്രേഡ് ആയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഓരോ പൊസിഷൻ, അതായത് ട്രേഡിങ്, അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റും അതിനനുസരിച്ച് പ്ലാൻ ചെയ്യുക. സ്വിംഗ് ട്രേഡർ ആണെങ്കിൽ നമുക്ക് ഈ ഒരു ലോ പൊസിഷനൊക്കെ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയായും അതുപോലെ തന്നെ റെസിസ്റ്റൻസ് സോണുകളിലോട്ട് റീച്ച് ചെയ്യുന്നതോറും ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇനി ബാങ്ക് നിഫ്റ്റിൻ്റെ ചാർട്ടിലേക്ക് വരികയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിലും ഒരു ബിയറിഷ് ക്യാൻഡിൽ തന്നെയാണ് പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. ഇന്നലെ നമ്മൾ ബുള്ളിഷ് ഹാമർ ഫോം ചെയ്തത് പറഞ്ഞായിരുന്നു. എന്നിരുന്നാലും വീണ്ടും നമുക്ക് ഒരു കൺഫർമേഷൻ, ഒരു ബുള്ളിഷ് ട്രെൻഡിൻ്റെ കൺഫർമേഷൻ ഇന്ന് കിട്ടിയിട്ടില്ല. വീണ്ടും ഒരു ബിയറിഷ് ക്യാൻഡിലാണ് പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 33,000 റേഞ്ചുകളായിരിക്കും അടുത്തൊരു റെസിസ്റ്റൻസ് സോൺസ് ആയിട്ട് നിലനിൽക്കുക. അതുപോലെ തന്നെ 32,000 തുറന്ന് അതുപോലെ തന്നെ 31,500 ഈ ഒരു റേഞ്ചുകളായിരിക്കും സപ്പോർട്ട് സോൺസ് ആയിട്ടും ബാങ്ക് നിഫ്റ്റിക്ക് നിലനിൽക്കുക. ഇനി ഇന്നത്തെ ഒരു ഗ്ലോബൽ മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ US ഫ്യൂച്ചേഴ്സൊക്കെ ഒരു മിക്സഡ് ആയിട്ടാണ് ട്രേഡ് ആവുന്നത്. യൂറോപ്യൻ മാർക്കറ്റിലും വലിയൊരു പോസിറ്റീവ് ട്രെൻഡുകൾ കാണാനില്ല. ഏഷ്യൻ മാർക്കറ്റുകളിലും മിക്സഡ് ട്രെൻഡുകൾ തുടരുന്നു. ഇനി അതുപോലെ തന്നെ രൂപയുടെ മൂല്യത്തിൽ ഡോളറിൻ്റെ അഗെയിൻസ്റ്റായിട്ട് വീണ്ടും ഒരു മോഡസ്റ്റ് ആയിട്ടുള്ളൊരു ഗെയിൻ ഉണ്ടായിരുന്നു. 73.85 ഇന്ന് ട്രേഡ് എൻഡ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്ത് നിന്ന് 1,772 കോടിക്ക് മുകളിലുള്ള നെറ്റ് വിത്ഡ്രോവൽ വീണ്ടും കാണുന്നു. സെല്ലിംഗ് തുടരുന്ന രീതിയിലാണ് അവരുടെ പെർഫോമൻസ് കാണുന്നത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്ത് നിന്ന് 987 കോടിയുടെ നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റും ക്യാഷ് മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നാളത്തേക്ക് സപ്പോർട്ടീവായിട്ടല്ല കാണുന്നത്. ഗ്ലോബൽ മാർക്കറ്റും അത്ര സപ്പോർട്ടീവായിട്ട് കാണുന്നില്ല, ഒരു സൈഡ് വേയിലേക്കാണ് നിലനിൽക്കുന്നത്. എന്നിരുന്നാലും തീർച്ചയായിട്ടും രാവിലെ SGX നിഫ്റ്റി ഒന്ന് ട്രാക്ക് ചെയ്യുക. നമുക്ക് അതേ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഓപ്പണിംഗ് നമുക്ക് ഇന്ത്യൻ മാർക്കറ്റുകളിൽ പ്രതീക്ഷിക്കാം. ഇനി അടുത്തതായിട്ട് സ്റ്റോക്കുകളെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ ഗെയിലിൻ്റെ സ്റ്റോക്ക് ഒന്ന് വാച്ച് ചെയ്യാൻ നല്ലതായിരിക്കും. കാരണം നമുക്കൊരു ബുള്ളിഷ് ബ്രേക്കൗട്ടുകൾ ഈ ഒരു സ്റ്റോക്കിൽ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും ഈ ഒരു ക്യാൻഡിൽ നിന്നുള്ള ബ്രേക്കൗട്ടുകൾ കിട്ടിക്കഴിഞ്ഞാൽ 145 മുകളിൽ 146 മുകളിൽ ഓപ്പണിംഗ് കിട്ടുകയാണെങ്കിൽ 153, 154 വരെയുള്ള റാലി നമുക്ക് ഗെയിലിൽ പ്രതീക്ഷിക്കാം.
അതുപോലെ തന്നെ വാച്ച് ചെയ്യേണ്ട ഒരു സ്റ്റോക്കാണ് അനുപം രസായൻ. കഴിഞ്ഞ മാസമൊക്കെ മാർക്കറ്റിൽ ലിസ്റ്റായ ഒരു IPO ആണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഏകദേശം 43 കോടി മുതൽ മുടക്കി ഒരു സോളാർ പവർ പ്ലാന്റ് നിർമ്മിക്കാൻ പോകുന്നു എന്നൊരു അപ്ഡേറ്റുകൾ ഇന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഏകദേശം 12.5 മെഗാവാട്ടിൻ്റെ ഒരു പവർ പ്ലാന്റ് ആണ് നിർമ്മിക്കാൻ പോകുന്നത്. പ്രധാനമായിട്ടും അവരുടെ എല്ലാ മേജർ യൂണിറ്റിൻ്റെയും എനർജി ഫെസിലിറ്റി അല്ലെങ്കിൽ എനർജി റിക്വയർമെൻറ്റൊക്കെ കേറ്റർ ചെയ്യുന്നതിനാണ് ഈ ഒരു പവർ പ്ലാന്റ് ഉപയോഗിക്കുക എന്ന രീതിയിലാണ് അപ്ഡേറ്റുകൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം നോക്കിക്കഴിഞ്ഞാൽ ചാർട്ടും നല്ല രീതിയിലൊരു കാണുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ലിസ്റ്റിംഗ് പ്രൈസൊക്കെ നല്ലൊരു ഗെയിൻ കൊടുത്തതിന് ശേഷം ഒരു ചെറിയ കറക്ഷന് ശേഷം വീണ്ടും ഒരു റൈസ്, വീണ്ടും കറക്ഷൻ, ഒരു റൈസ്. അപ്പോൾ അങ്ങനത്തെ ഒരു മൂവാണ് ഈ ഒരു സ്റ്റോക്കിൽ കാണുന്നത്. അതുമാത്രമല്ല ഇവരൊരു സ്പെഷ്യാലിറ്റി കെമിക്കൽസൊക്കെ നിർമ്മിക്കുന്ന വിഭാഗത്തിൽപ്പെടുന്നതാണ്. ഇവരുടെ പെർഫോമൻസും അതുപോലെ തന്നെ ഈ ഒരു മാർക്കറ്റിൽ ഇവരുടെ ഒരു പെർഫോമൻസ് എല്ലാം നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ളൊരു പെർഫോമൻസ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സ്റ്റോക്കിനെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാവുന്നതാണ്. പ്രത്യേകിച്ചും ഇങ്ങനത്തെ ഒരു സോളാർ പവർ പ്ലാന്റിൻ്റെ ഒക്കെ ഒരു നിർമ്മാണം വരുന്നതോടുകൂടി ഇവർക്ക് ഒരു കോസ്റ്റ് കട്ടിംഗ് ആണ് ഇവരുടെ മെയിൻ ലക്ഷ്യം. അപ്പോൾ അങ്ങനത്തെ ഒരു കേസൊക്കെ വരുന്നതോടുകൂടി ഇവരുടെ പെർഫോമൻസൊക്കെ വീണ്ടും ഉയരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റോക്കിനെ ഒന്ന് ട്രാക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. നമുക്കൊരു 662 മുകളിലൊക്കെ വീണ്ടും പോവുകയാണ് എങ്കിൽ നമുക്ക് ഒരു ലോങ് ടൈമിലേക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയ്ക്കുള്ള വക ഈ ഒരു സ്റ്റോക്കിൽ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്കിനെയും നിങ്ങളുടെ ഒരു ട്രാക്കിങ്ങിൽ വെക്കുന്നത് നല്ലതായിരിക്കും. ഇനി അടുത്തായിട്ട് NMDCൻ്റെ സ്റ്റോക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് പറഞ്ഞ പോലെ ഒരു ബ്രേക്കൗട്ടുകൾ ഇന്ന് വീണ്ടും ഒരു റൈസ് ഉണ്ടായിരുന്നുവെങ്കിലും മാർക്കറ്റിൻ്റെ ട്രെൻഡിനനുസരിച്ച് വീണ്ടും അത് താഴേക്ക് പോരുകയായിരുന്നു. ബിയറിഷ് ക്യാൻഡിൽ പ്ലോട്ട് ചെയ്തിട്ടാണ് എൻഡ് ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും മാർക്കറ്റിൻ്റെ ട്രെൻഡ് നമുക്ക് ക്ലിയർ അല്ലാത്തതുകൊണ്ട് അന്നത്തെ ഒരു ട്രെൻഡിനനുസരിച്ചുള്ള സ്റ്റോക്കുകൾ എടുത്ത് ട്രേഡ് ചെയ്ത് ക്ലോസ് ചെയ്യുന്നതായിരിക്കും സേഫായിട്ടുണ്ടാവുക. ഇനി അടുത്തായിട്ട് നമ്മൾ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളിലേക്ക് പോവുകയാണെങ്കിൽ ആദ്യമേ തന്നെ ഓർഡർ വിന്നുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ HCLനെ സംബന്ധിച്ചിടത്തോളം അവർ ഹിറ്റാച്ചി ABB പവർ ഗ്രിഡുമായിട്ട് ഒരു മൾട്ടി ഇയർ കോൺട്രാക്റ്റ് സൈൻ ചെയ്തു എന്ന രീതിയിൽ അനൗൺസ്മെൻറ്റുകൾ കമ്പനിയുടെ ഭാഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. പുതിയ ഗ്രീൻഫീൽഡ് ഡിജിറ്റൽ ഫൗണ്ടേഷൻ നിർമ്മിക്കുന്നതിനാണ് ഈ ഒരു കോൺട്രാക്റ്റ് എന്ന രീതിയിലാണ് അനൗൺസ്മെൻറ്റുകളിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് JSW സ്റ്റീലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സബ്സിഡറി JSW സ്റ്റീൽ USA അവർ അലിജിനി ടെക് ഇൻകോ ആയിട്ട് അവരുമായിട്ട് ഒരു ലോങ് ടൈം എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. അതായത് ഇവരുടെ കാർബൺ സ്റ്റീലിനെ ഇവരുടെ ATIയുടെ അവരുടെ ഹോട്ട് റോളിംഗ് ആൻഡ് പ്രോസസ്സിംഗ് ഫെസിലിറ്റിയിൽ ഒരു റോളറായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഹോട്ട് റോളർ കോയിൽ നിർമ്മിക്കുന്നതിനുള്ളൊരു എഗ്രിമെൻ്റാണ് ഇവരുമായിട്ട് സൈൻ ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തൊരു മദേഴ്സൺ സുമിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ സബ്സിഡറി മദേഴ്സൺ റോളിംഗ് സ്റ്റോക്ക് മെക്സിക്കോ അവർ ബോംബാർഡിയർ ട്രാൻസ്പോർട്ടേഷൻ മാനുഫാക്ചറിങ്ങിൻ്റെ അവരുടെ ഇലക്ട്രിക്കൽ വയറിംഗ് ആൻഡ് ഇൻ്റർകോം സിസ്റ്റത്തിനെ മെക്സിക്കോയിൽ അക്വയർ ചെയ്തു എന്ന രീതിയിലുള്ള അപ്ഡേറ്റുകൾ മദേഴ്സൺ സുമിയുടെ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് BHEL ഭാരത് ഹെവി ഇലക്ട്രിക്കൽ ലിമിറ്റഡിനെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കേണ്ട ഒരു വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഓർഡർ ബുക്കുകളൊക്കെ നല്ല രീതിയിലാണ് ഈ ഒരു ക്വാർട്ടറിൽ അതുപോലെ ഇതുവരെ നിലനിൽക്കുന്നത്. ഏകദേശം 1.08 ട്രില്യൻ്റെ ഓർഡർ ബുക്കുകളാണ് അവർക്ക് ഇതുവരെ ഉള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ഓർഡർ ബുക്കുകളെല്ലാം ഓർഡർ ഇൻഫ്ലോ ഇനി നല്ല രീതിയിൽ വരാനുള്ള സാധ്യതകൾ ഇവർ പറയുന്നുമുണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് ഇപ്പം NPCAയുടെ എല്ലാ മേജർ പ്രൊജക്റ്റുകളിലും ഇവർ ലോവസ്റ്റ് ബിഡറായിട്ട് വരുന്നു എന്ന രീതിയിലും ഒരു അപ്ഡേറ്റുകൾ കാണുന്നു. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് ഇതൊരു പോസിറ്റീവ് ന്യൂസായിട്ട് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്കിനെ നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. നമ്മളൊരു ഏകദേശം ഒരു 56.5 മുകളിലേക്ക് ഒരു ബ്രേക്കൗട്ടുകൾ വരികയാണെങ്കിൽ നമുക്ക് ഒരു റാലിക്കുള്ളൊരു സാധ്യതകൾ ഈ ഒരു സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാം. ഏകദേശം 62 വരെയുള്ള ഒരു ടാർഗറ്റാണ് അനലിസ്റ്റുകളൊക്കെ പ്രെഡിക്റ്റ് ചെയ്തിരിക്കുന്നത്. എന്നിരുന്നാൽ നമുക്ക് ഈ ഒരു ബ്രേക്കൗട്ടുകൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് BHELനെ ഒന്ന് ട്രാക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. പ്രത്യേകിച്ചും ഇങ്ങനത്തെ നല്ലൊരു ഓർഡർ ബുക്കുകളൊക്കെ ഹോൾഡ് ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട്. ഇനി അടുത്തായിട്ട് Q4 റിസൾട്ടുകൾ വന്ന സ്റ്റോക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ അലംബിക് ഫാർമയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം പ്രോഫിറ്റിൽ 11.6% വർധനവ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. 250 കോടിയാണ് ഈ ഒരു ക്വാർട്ടറിൽ റിപ്പോർട്ട് ചെയ്ത പ്രോഫിറ്റ്. കഴിഞ്ഞ മാർച്ച് ക്വാർട്ടറിൽ അവർക്ക് 224 കോടിയുടെ നെറ്റ് പ്രോഫിറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഓപ്പറേഷൻസുള്ള റവന്യൂ നോക്കിക്കഴിഞ്ഞാൽ 6.1% വർധനവ് അവിടെയും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. 1280 കോടി ഓപ്പറേഷൻസ് എന്നുള്ള റവന്യൂ ആയിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല ബോർഡിൻ്റെ ഭാഗത്തു നിന്നും ഏകദേശം 14 രൂപ പെർ ഷെയറിൽ ഒരു ഡിവിഡൻഡ് റെക്കമെൻഡ് ചെയ്തിട്ടുമുണ്ട്. ഇനി അതേപോലെ തന്നെ അദാനി പോർട്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നെറ്റ് പ്രോഫിറ്റിൽ നല്ലൊരു വർധനവാണ് വന്നിരിക്കുന്നത്. ഏകദേശം 3 മടങ്ങിനടുത്തുള്ള വർധനവ് അവരുടെ നെറ്റ് പ്രോഫിറ്റിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. 1287 കോടിക്ക് മുകളിലാണ് നെറ്റ് പ്രോഫിറ്റ് കാണിച്ചിരിക്കുന്നത്. കഴിഞ്ഞ മാർച്ച് ക്വാർട്ടറിൽ 2020 മാർച്ച് ക്വാർട്ടറിൽ അവർക്ക് 334 കോടിയുടെ നെറ്റ് പ്രോഫിറ്റ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഓപ്പറേഷൻസ് റവന്യൂ നോക്കിക്കഴിഞ്ഞാൽ അവിടെയും 24% ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. 3608 കോടി റവന്യൂ ആയിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. 2921 കോടിയായിരുന്നു കഴിഞ്ഞ മാർച്ച് ക്വാർട്ടറിലെ റവന്യൂ ആയിരിക്കുന്നത്.
ഇനി അതുപോലെ തന്നെ RBL ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം നെറ്റ് പ്രോഫിറ്റിൽ അവർക്കൊരു ഡിപ്പാണ് വന്നിരിക്കുന്നത്. 34% ഡിക്ലൈൻ വന്നിരിക്കുന്നു. 75 കോടിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പ്രധാനമായിട്ടും പ്രൊവിഷൻസിലുള്ള വർധനവാണ് കാരണങ്ങളായിട്ട് കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം നോക്കിക്കഴിഞ്ഞാൽ അവിടെയും 11% ഡിക്ലൈൻ ഉണ്ടായിരിക്കുന്നു. എന്നിരുന്നാലും അസറ്റ് ക്വാളിറ്റിയിൽ നല്ലൊരു നേരിയ വർധനവ് അവർക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. ഗ്രോസ് NPA നോക്കിക്കഴിഞ്ഞാൽ 4.57% നിന്ന് 4.34% കുറഞ്ഞിരിക്കുന്നു. നെറ്റ് NPA 2.52% നിന്നും 2.12% കുറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് വാർത്തകളിലേക്ക് വന്നു കഴിഞ്ഞാൽ മാരുതി സുസുക്കിയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ചെയർമാൻ്റെ ഭാഗത്തു നിന്ന് വന്ന അപ്ഡേറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ പ്രൊഡക്ഷൻസും വീണ്ടും പകുതിയായിട്ട് കുറയ്ക്കാനുള്ള സാധ്യതകളുണ്ട് എന്ന രീതിയിലാണ് കാണിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും ഈ ഒരു ലോക്ക്ഡൗണൊക്കെ ഇപ്പോഴത്തെ അവരുടെ സെയിൽസിനൊക്കെ ഹിറ്റ് ചെയ്ത് സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട്. അതുമാത്രമല്ല ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ലോക്ക്ഡൗൺസ് വരുന്നു. പിന്നെ അതുപോലെ തന്നെ അവരുടെ പകുതിയിലേറെ ഡീലേഴ്സൊക്കെ അവരുടെ ഡീലർഷിപ്പ് അവരുടെ സെൻറ്റേഴ്സൊക്കെ ക്ലോസ് ചെയ്തിരിക്കുകയാണ്, പ്രത്യേകിച്ചും ലോക്ക്ഡൗണിൻ്റെ ഒക്കെ ഇത് വന്നതുകൊണ്ട്. അതുമാത്രമല്ല ന്യൂഡൽഹി മാത്രം കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ 3 ദിവസങ്ങളിൽ അവരുടെ സെയിൽസിൽ ഏകദേശം 5% ഡിപ്പും വന്നു എന്ന രീതിയിലാണ് അപ്ഡേറ്റുകളിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ ഇപ്പോൾ അതുമാത്രമല്ല അവരുടെ കുറേ ഫെസിലിറ്റിയിലുള്ള പ്രൊഡക്ഷൻസൊക്കെ നിർത്തിവെച്ചു, അവരുടെ ഓക്സിജൻ മെഡിക്കൽ ഓക്സിജനായിട്ട് കൊടുക്കുന്നതിനൊക്കെ ആയിട്ട്. അപ്പോൾ അവരുടെ പ്രൊഡക്ഷൻ ഈ ഒരു ലോക്ക്ഡൗണൊക്കെ വരുന്ന സാഹചര്യങ്ങളിൽ ഇനിയും പകുതിയായിട്ട് കുറയ്ക്കാനുള്ള സാധ്യതകൾ അവരുടെ ചെയർമാൻ ഷെയർ ചെയ്തിരിക്കുന്നു. അതുമാത്രമല്ല ഇതിനു മുമ്പ് നോക്കിക്കഴിഞ്ഞാൽ ഹീറോ മോട്ടോ കോർപ്പ് അവരും അവരുടെ പ്ലാന്റ് പ്രൊഡക്ഷനൊക്കെ നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. പിന്നെ അതുപോലെ അശോക് ലേലാൻഡിനെ സംബന്ധിച്ചിടത്തോളം അവരും ഈ ഒരു മെയ് മാസം അവരുടെ പ്രൊഡക്ഷനൊക്കെ വീണ്ടും കുറയ്ക്കും എന്ന രീതിയിലൊരു അപ്ഡേറ്റുകൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഓട്ടോ സെക്ടറിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ലോക്ക്ഡൗൺ സാഹചര്യങ്ങളും കൊറോണ കേസസൊക്കെ ഒരു ഇമ്പാക്റ്റുകൾ കൊടുക്കുന്നു എന്ന രീതിയിലാണ് കാണാനുള്ളത്. ഇനി അതുപോലെ തന്നെ പവർ ഗ്രിഡ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് IPO സംബന്ധിച്ചിടത്തോളം വരുന്ന ആഴ്ച അവരുടെ ഷെയർസ് അലോട്ട്മെൻറ്റ് ഫൈനലൈസ് ആവാൻ സാധ്യതയുണ്ട് എന്നൊരു ആർട്ടിക്കിൾ മണി കൺട്രോളിൽ കണ്ടായിരുന്നു. അതുപോലെ തന്നെ മെയ് 17 മാർക്കറ്റിൽ ലിസ്റ്റ് ആവാനുള്ള സാധ്യതകളും ഈ ഒരു ആർട്ടിക്കിളിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ന്യൂസ് ഒന്ന് കൺസിഡർ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇനി നാളെ റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ നോക്കിക്കഴിഞ്ഞാൽ ടാറ്റ സ്റ്റീൽ, അദാനി എൻ്റർപ്രൈസസ്, ദീപക് നൈട്രേറ്റ്, ബ്ലൂ ഡാർട്ട് ഇങ്ങനെയുള്ള കുറച്ച് പ്രധാനപ്പെട്ട കമ്പനികളുടെ റിസൾട്ടുകൾ പബ്ലിഷ് ആവാൻ പോവുകയാണ്. ഈ ഒരു കമ്പനികളൊക്കെ നിങ്ങൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു റിസൾട്ടുകളും ട്രാക്ക് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളായിട്ടുള്ളത്. ഇന്ന് പറഞ്ഞ സ്റ്റോക്കുകളും ന്യൂസുകളും ഒക്കെ നിങ്ങളുടെ അനാലിസിസിനായിട്ട് ഉപയോഗിക്കുക. നിങ്ങളുടെ അനാലിസിസ് നടത്തിയതിന് ശേഷം മാത്രം നിങ്ങളുടെ ഡിസിഷനിലേക്ക് പോകുന്ന കാര്യവും ശ്രദ്ധിക്കുക. അപ്പോൾ പുതിയ അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദിസ് ഈസ് ടോണി സൈനിങ് ഓഫ്.